സംസ്ഥാനത്ത് മഴ ശക്തമായതോടെ പനി ബാധിതരുടെ എണ്ണവും ക്രമാതീതമായി ഉയരുകയാണ്. ഇന്നലെ മാത്രം പനി ബാധിച്ച് ചികിത്സ തേടിയത് 11,816 പേരാണ്. പാലക്കാട്, മലപ്പുറം, തിരുവനന്തപുരം ജില്ലകളിലാണ് കൂടുതൽ രോഗികൾ. ഇടവിട്ടുള്ള മഴ പകർച്ചവ്യാധി വ്യാപനം കൂട്ടുമെന്ന് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. അങ്ങനെ വന്നാൽ ടി വി പ്രസാദ് അപ്പോൾ വരും ദിവസങ്ങളിലും ഈ മഴ പ്രതീക്ഷിക്കേണ്ടതാണ്. ഇന്നിപ്പോൾ ഓറഞ്ച് റെഡ് അലേർട്ട് ഇല്ല എങ്കിൽ പോലും യെല്ലോ അലേർട്ട് ഉണ്ട്. എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത 2 ആഴ്ച ഏറെ നിർണായകമാണ്. പനി വരാതെയൊക്കെ എല്ലാവരും സൂക്ഷിക്കേണ്ട സമയമാണ് അപ്പോൾ ഇനി വരാനുള്ളത്, അല്ലേ പ്രസാദ്? അത് തന്നെയാണ് ഷിഹാസ്. ഇപ്പോൾ കാലാവസ്ഥാ ഡയറക്ടറുടെ പ്രതികരണം നമ്മൾ ഇന്നലെ തേടിയിരുന്നു. ഇന്നിപ്പോൾ അത് നമുക്ക് കൊടുക്കാമെന്ന് കരുതുന്നു. അതിൽ പറയുന്നത് ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ മഴയുടെ ശക്തി കുറയും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഷിഹാസ്, ഇതിലൊരു പ്രതിസന്ധി ഇടവിട്ട് പെയ്യുന്ന ഈ മഴയാണ് ഇത്തരം പകർച്ചവ്യാധികൾ പടരാനുള്ള കാരണമായി ആരോഗ്യവകുപ്പ് പറയുന്നത്. സാധാരണ പനി ഉണ്ടാറുണ്ടെങ്കിൽ പോലും ഒരു 2017 സമാനമായ സാഹചര്യം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അന്ന് വലിയ തോതിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ച ഒരു സമയമായിരുന്നു 2017. അതിന് സമാനമാണ് നിലവിലെ സാഹചര്യമെന്ന് ആരോഗ്യവകുപ്പ് കണക്ക് കൂട്ടുന്നു. അതുകൊണ്ട് തന്നെ വലിയ മുൻകരുതലാണ് ആരോഗ്യവകുപ്പ് എടുത്തിരിക്കുന്നത്. ഇന്നലെ തന്നെ 11,000-ലേറെ ആളുകൾക്കാണ് പനി ബാധിച്ചത്. അതിലേതാണ്ട് 600-ലേറെ ആളുകൾക്ക് ഡെങ്കിപ്പനിയാണ്. 16 പേർക്ക് ഇന്നലെ എലിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി. മാത്രവുമല്ല, വയറിളക്ക രോഗങ്ങൾ ഇന്നലെ മാത്രം 3,300 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ സർക്കാർ ആശുപത്രികളിൽ മാത്രം കണക്കാണ് എന്നുള്ളതാണ്. സ്വകാര്യ ആശുപത്രിയിലെ കണക്ക് ഈ സർക്കാർ രേഖയിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾക്ക് പനിയും മറ്റ് ഇതുപോലെ പകർച്ചവ്യാധികളും ഉണ്ട് എന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് ആരോഗ്യവകുപ്പ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ആശുപത്രികളിൽ ഇതിനകം ആരോഗ്യവകുപ്പ് പനി ക്ലിനിക്കുകൾ തുടങ്ങി, ഡെങ്കി കോർണറുകൾ തുടങ്ങി. തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധമുള്ള ബുദ്ധിമുട്ട് പലയിടങ്ങളിലുമുണ്ട്. കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യം പോലും കുറയുന്നൊരു സ്ഥിതിയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ തിരക്കുള്ള ജില്ലകളിൽ പാലക്കാട്, മലപ്പുറം, അതുപോലെ തിരുവനന്തപുരം, ഈ ജില്ലകളിലാണ് കൂടുതൽ പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യവും. എന്തായാലും ഈ ഇടവിട്ട് പെയ്യുന്ന മഴ അത് കുറച്ച് ആശങ്കയുണ്ടാക്കുന്നതാണ് എന്ന് ആരോഗ്യ പ്രവർത്തകർ പറയുന്നു. പക്ഷേ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയതായിട്ടാണ് ഇന്നലെയും ആരോഗ്യമന്ത്രിയും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും എല്ലാവരും പറയുന്നത്.